സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ നാളെ പുതിയ മേയർമാരും നഗരസഭകളിൽ പുതിയ അധ്യക്ഷരും ചുമതലയേൽക്കും. പുതിയ മേയറും ഭരണസമിതിയുമൊക്കെ അധികാരമേൽക്കുമ്പോൾ കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചി ജനത വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. അവർക്ക് എന്തൊക്കെയാണ് ഈ കൊച്ചിയിൽ പെട്ടെന്ന് ഈ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച ചില നിർദ്ദേശങ്ങളുണ്ട്. കൊച്ചിയിൽ അധികാരത്തിൽ വരുന്ന പുതിയ ഭരണസമിതി, പുതിയ മേയർ, ഇവരൊക്കെ ഈ കാര്യത്തിൽ ഈ ജനങ്ങൾ പറയുന്ന ജനങ്ങളുടെ പ്രതീക്ഷകൾ അതിനനുസരിച്ചുള്ള ഭരണ സംവിധാനം കൊച്ചി നഗരത്തിൽ ഒരുക്കും എന്ന് പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണ് ഇവിടെ കൊച്ചി നിവാസികൾക്ക് കൊച്ചിയിലെ പുതിയ മേയറോട് പറയാനുള്ളത് കാണാം. കൊച്ചി നഗരത്തിന്റെ 22ാം മേയറായി VK മിനിമോൾ നാളെ തെരഞ്ഞെടുക്കപ്പെടും. പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ജനങ്ങൾ. കൊച്ചിയുടെ അടിസ്ഥാന വികസനം ഉൾപ്പെടെ പുതിയ ഭരണസമിതിക്ക് മുന്നിൽ ഒരുപിടി കാര്യങ്ങളുണ്ട്. കൊച്ചിയുടെ വളർച്ചയ്ക്കും നഗരവികസനത്തിനും നിർണായകമായ 5 വർഷങ്ങളാണ് മുന്നിലുള്ളത്. നഗരവികസനത്തിൽ റോഡുകളുടെ കാര്യമാണ് ജനങ്ങൾ മുന്നോട്ടുവെക്കുന്ന പ്രധാന പ്രശ്നം. പ്രധാനമായിട്ട് നമുക്ക് ഗതാഗതക്കുരുക്കാണ് കൊച്ചിയിലൊരു പ്രശ്നം. മെയിനായിട്ട് അതിൻ്റെ മെയിൻ കാരണങ്ങൾ നമുക്ക് റോഡുകളാണ്. ഈ ഇതുപോലത്തെ ഹൈവേകളല്ല, നമുക്ക് കൊച്ചിയിലുള്ള ചെറിയ ചെറിയ റോഡുകൾ. അതായത് ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ തമ്മനത്താണ്. അപ്പോൾ തമ്മനത്തുള്ള നമുക്ക് തമ്മനം റോഡ്, ഇപ്പോൾ ചക്കരപ്പറമ്പ് റോഡ്, വെണ്ണല റോഡ്, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ റോഡുകൾക്ക് വളരെ ശോചനീയ അവസ്ഥയിലാണ് കിടക്കുന്നത്. അതിനൊക്കെ ഒരു പരിഹാരം വരും എന്നതാണ് എനിക്കിതിലൊരു പ്രതീക്ഷയുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഗുണമുള്ളൂ. കാരണം പ്രത്യേകിച്ച് ഈ മഴക്കാലത്താണെങ്കിൽ ഈ വെള്ളക്കെട്ട് വന്നു കഴിഞ്ഞാൽ കുഴി ഏതാ, തോടേതാ, റോഡേതാന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. മെയിനായിട്ട് ഗതാഗതം ഒന്ന് റെഡിയാക്കണം, അതുപോലെ റോഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം എന്നുള്ളതിലാണ് ഇതിലൊരു പ്രതീക്ഷ വെക്കുന്നത്. തെരുവുനായ ശല്യത്തിനും വെള്ളക്കെട്ടിനും പുതിയ ഭരണസമിതിയെങ്കിലും പരിഹാരം കാണുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. KSRTC ബസ് സ്റ്റാൻഡിനടക്കം മാറ്റമുണ്ടാകണമെന്ന ആവശ്യവും ശക്തമാണ്. നമുക്കിതുവരെ ഈ ഭാഗങ്ങളിൽ മഴ സമയങ്ങളിൽ നല്ല വെള്ളം വന്നിട്ട് ഈ ഭാഗങ്ങൾ കൂടുതലായിട്ട് വെള്ളം നിൽക്കുന്ന ഒരു വിഷയങ്ങളുണ്ട്. അത് ഒരുപാട് സമയങ്ങളായിട്ടുള്ളതാണെന്നാണ് കേൾക്കുന്നത്. ഞാൻ കൂടുതലായിട്ടില്ല, പക്ഷേ എന്നാലും അതിനൊരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ തെരുവ് നായകളുടെ ശല്യങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റങ്ങൾ വന്നാൽ നന്നായിരിക്കും. അപ്പോൾ അടുത്ത ഭരണത്തിൽ അതൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. കൊച്ചിയുടെ ടൂറിസം മേഖലയിലും ജനങ്ങൾ വളർച്ച പ്രതീക്ഷിക്കുന്നു. അതേസമയം മേയർ സ്ഥാനത്തെ ചൊല്ലിയുള്ള കോൺഗ്രസിലെ തർക്കങ്ങൾ ചില ആശങ്കകളും ജനങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്. ടേം വ്യവസ്ഥയിലുള്ള ഭരണം വികസനത്തെ ബാധിക്കില്ലേ എന്നാണ് ചിലരുടെ ചോദ്യം. പുതിയതായിട്ട് ഇവർ വന്നിട്ട് ഇപ്പോൾ എത്ര ദിവസമായി ഇപ്പോൾ തല്ലുപിടിച്ചാണ് ഇപ്പോൾ നാളെ ആവണത്. ഒരുപാട് ദിവസമായി ഒരു മേയറെ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റിയില്ല. ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ട് എത്രയോ ദിവസമായി. അതുപോലെ 2.5 വർഷത്തേക്കാണ് വെച്ചേക്കുന്നത്. ഈ 2 വർഷം കഴിഞ്ഞ് പിന്നെ ഒരാളയാൾ പിന്നെ വന്ന് പഠിച്ച് രണ്ടാമത് വരുമ്പോഴും ഈ 5 കൊല്ലം കൂടെ പോകും. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടവും വാട്ടർ മെട്രോ വികസനവും നിർണായക ഘട്ടത്തിലാണ്. നഗരത്തിലെ വായുമലിനീകരണം ഉൾപ്പെടെ വലിയ വെല്ലുവിളികളാണ് പുതിയ ഭരണസമിതിയുടെ മുന്നിലുള്ളത്. രാജ്യത്തെ അതിവേഗം വളരുന്ന നഗരമാണ് കൊച്ചി. ആ കൊച്ചിക്ക് പുതിയ മേയർ വരുമ്പോൾ വലിയ വികസന പ്രതീക്ഷകളുണ്ട് നഗരവാസികൾക്ക്. ആ വികസന പ്രതീക്ഷകൾക്കൊപ്പം കൊച്ചിയുടെ പുതിയ മേയറും ഭരണസമിതിയും ഉയരേണ്ടതുണ്ട്. ക്യാമറ പേഴ്സൺ ഷിജു ചാവറയ്ക്കൊപ്പം റാഫി കരീം, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.